അങ്ങനെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കണ്ടിരിക്കുകയാണ്. മാർവലിന് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു സിനിമയാണ്. കാരണം ആ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് സിനിമ അടിപൊളിയാണ്. ഡെഡ്പൂളും വോൾവറിനും അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ. തിയേറ്ററിൽ മറ്റേ നമുക്കറിയാം ഡെഡ്പൂളിൻ്റെ ഒരു ഹ്യൂമർ ടച്ച് ഉണ്ട്, അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്, നന്നായി ട്രോൾ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതൊക്കെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. ഒപ്പം വോൾവറിൻ കൂടി ആകുമ്പോൾ പൊളിയായിരുന്നു. രണ്ടുപേരുടെ സ്ക്രീൻ പ്രസൻസും കോമ്പിനേഷൻ സീൻസൊക്കെ ഭയങ്കര എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ നല്ല ഗംഭീര ക്യാമിയോസ് ഉണ്ട്, നമ്മൾ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന കുറേ നല്ല ക്യാമിയോസ് പടത്തിലുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ 1-2 പടങ്ങൾ മാർവൽ സീരീസ് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ തോന്നിയില്ല. കാരണം ലാസ്റ്റ് കണ്ടത് വക്കാന്ത ഫോർ എവർ ആണ്. അത് ജസ്റ്റ് ഓക്കെ ആയിരുന്നു. കാരണം ആ ഒരു പുള്ളിയുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കും. അതിന് മുമ്പ് വന്ന കുറച്ച് പടങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. സോ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പടം കൊള്ളാം, നല്ല തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ സിനിമയിൽ കുറച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഈ സിനിമ കണ്ടത് ഒറ്റപ്പാലം ലാഡർ സിനിമാസിലാണ്. സംഭവം അടിപൊളി തിയേറ്റർ കേട്ടോ. എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് ഒരു 19 കിലോമീറ്ററിന് മുകളിലുണ്ട്. സോ പക്ഷേ ഈ പടം അവിടെ കാണാം, ഒരു അത്യാവശ്യം നല്ല പടമായതുകൊണ്ട് കാണാം. അവിടുത്തെ 3D അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പൊതുവെ അറ്റ്മോസ്ഫിയറും സൗണ്ടും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഇനി എല്ലാ പടങ്ങളും അവിടെ പോയി കാണാൻ സാധിക്കില്ല. ഇവിടെ പാലക്കാട് ടൗണിൽ ഇത്തരത്തിലൊരു തിയേറ്റർ വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ സിനിമയിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഡെഡ്പൂൾ കാണാം. നമുക്കറിയാം ഡെഡ്പൂൾ എങ്ങനെയായിരിക്കും എന്നുള്ള കുറേ തമാശകളും അത്യാവശ്യം നല്ല ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേ തന്നെയാണ് ഈ സിനിമയിൽ. അതിൻ്റെ ഒപ്പം വോൾവറിൻ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അത് ഒരു ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷനൊക്കെ കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്, ഒരു ഫ്രഷ് ഫീലാണ്. അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ ആ യൂണിവേഴ്സിലോട്ട് ആഡ് ചെയ്ത് വരുമ്പോൾ കിടിലനായിരിക്കും. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ ക്യാമിയോസ്, അത് നൈസാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. സോ കഥ നമുക്ക് കുറേ മൾട്ടിവേഴ്സ് കാര്യങ്ങൾ, ഈ ടൈം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പോകാത്തത്. മാത്രമല്ല മാർവൽ ഫാൻസിനൊരു ഹാപ്പി ന്യൂസും കൂടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. 2 പടങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്, 26, 27.